ഹലോ ഗൈസ്, ഞാൻ കാലിക്കറ്റ് ടു കൊച്ചി വരെ ട്രാവൽ ചെയ്യാണ്. സോ നൈറ്റാണ് ട്രാവൽ ചെയ്യുന്നത്. ബിക്കോസ് നൈറ്റ് ആകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വലിയ റഷ് ഉണ്ടാവില്ല. ഇപ്പോൾ പകൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടാവും. രാത്രിയാകുമ്പോൾ നമുക്ക് വലിയ ട്രാഫിക് ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റും. എൻ്റെ ഒപ്പം ഉള്ളത് മില്യൺ ഡോട്ട്സിൻ്റെ തന്നെ ഫൗണ്ടറായിട്ടുള്ള കെൻസാണ്. കെൻസ് മഹേഷാണ് എൻ്റെ ഒപ്പം ഉള്ളത് ട്രാവൽ ചെയ്യുന്നത്. സോ ഏർലി മോർണിംഗ് നമുക്ക് പൊതുവേ ക്ഷീണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ എവിടെയെങ്കിലും സൈഡാക്കി കിടന്നുറങ്ങാറാണ്. സോ മോർണിംഗ് നേരത്തെ തന്നെ വേക്കപ്പ് ചെയ്തതിന് ശേഷം രാവിലെ ഒരു 9:15 ഒക്കെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഗോ ത്രൂ ചെയ്തത്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും ഒരു ബുക്ക് കീപ്പ് ചെയ്യാറുണ്ട്. ലൈക്ക് എനിക്കൊരു ഒഴിവ് സമയം കിട്ടുമ്പോൾ അതൊരു ഹാഫ് ആൻ അവർ ആണെങ്കിലും മാറ്റി വെച്ചത് മോർണിംഗ് ആണെങ്കിലും ആഫ്റ്റർനൂൺ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഞാൻ അതിൻ്റെ സമയം കണ്ടെത്തി റീഡ് ചെയ്യാറുണ്ട്. റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിൽ പോയിട്ട് നല്ലൊരു അടിപൊളി ചായ കുടിച്ചതിന് ശേഷം കുറച്ച് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക്, അതായത് നോമ്പുറ പുറത്ത് സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ നമ്മൾ റൂമിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി നേരെ പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന വഴിയാണ്. റൂമിലെത്തി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6:35 ഒക്കെ ആകുമ്പോഴാണല്ലോ നോമ്പ് തുറക്കാറ്. അപ്പം ആ ഒരു സമയത്തിന് വേണ്ടി പിന്നെ കുറച്ച് നേരം അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. നോമ്പുറെന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായുള്ള കാര്യമാണ്. ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുവരെ അധികം നോമ്പൊന്നും എടുക്കാറില്ലെങ്കിലും ആ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഒരുമിച്ചിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും പിന്നെ ഒരു നൈറ്റ് ഒരു 8 PM ഒക്കെ ആയപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് സ്റ്റാർബക്സിൽ പോയി ജസ്റ്റ് എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവർക്കും കുറച്ച് വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ടും കുറച്ച് ഓൺലൈൻ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേരെ സ്റ്റാർബക്സിൽ നിന്നാണ് പിന്നീടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങിയത് ഏകദേശം ഒരു 12:30 ഒക്കെ ആയപ്പോഴാണ്. അത്യാവശ്യം നല്ല ലേറ്റ് നൈറ്റ് ആയിട്ടാണ് തിരിച്ചിറങ്ങിയിട്ടുള്ളത് റൂമിലേക്ക്.